Welcome to the second part of the video tutorial of the lesson The Danger of a Single Story. The Danger of a Single Story എന്ന അധ്യായത്തിന്റെ വീഡിയോ ട്യൂട്ടോറിയൽ രണ്ടാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. തുടക്കം ഇങ്ങനെയാണ്. ഒരു പ്രഭാഷണമാണെങ്കിലും അത് തുടങ്ങിയിരിക്കുന്ന ശൈലി ഐ ആം സ്റ്റോറി ടെല്ലർ. ഞാനൊരു കഥ പറച്ചിലുകാരിയാണ്. And I would like to tell you a few personal stories. ഞാൻ ചില അനുഭവ കഥകൾ, വ്യക്തിപരമായ കഥകൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. About what I like to call the danger of a single story. The danger of a single story എന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച്. എന്നിട്ട് തുടർന്ന് പറയുന്നു, I grew up on a university campus in eastern Nigeria. കിഴക്കൻ നൈജീരിയയിലെ ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് ഞാൻ വളർന്നത്. My mother says that I started reading at the age of 2. എൻ്റെ അമ്മ പറയാറുണ്ട് ഞാൻ 2-ാം വയസ്സിൽ തന്നെ വായന തുടങ്ങി എന്നുള്ളത്. Although I think it probably happened when I was 4. എങ്കിലും ഞാൻ കരുതുന്നത് അതൊരു പക്ഷെ സംഭവിച്ചിരിക്കുന്നത് എൻ്റെ 4-ാം വയസ്സിൽ ആയിരിക്കുമെന്നാണ്. ഇവിടെ അമ്മ കളവ് പറഞ്ഞു എന്നല്ല നാം മനസ്സിലാക്കേണ്ടത്. ഏതൊരമ്മക്കും തൻ്റെ കുഞ്ഞിനോട് വാത്സല്യം കൂടുമ്പോൾ അവരെക്കുറിച്ച് ഒന്ന് ഉയർത്തി പറയാനും ഒന്ന് പൊക്കി പറയാനും അവരെക്കുറിച്ച് നല്ല അഭിമാനത്തോടു കൂടി സംസാരിക്കുവാനുമുള്ള ഒരു പ്രവണത സ്വാഭാവികമാണ്. അതുകൊണ്ട് അമ്മയുടെ ആ സ്നേഹവും മക്കളെക്കുറിച്ചുള്ള അഭിമാന ബോധവുമാണ് ഇവിടെ കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി. സോ ഐ വാസ് എൻ ഏർലി റീഡർ. എന്തായാലും ഞാൻ വളരെ ചെറുപ്പത്തിൽ വായന തുടങ്ങിയ ഒരു വായനക്കാരിയായിരുന്നു. ആൻഡ് വാട്ട് ഐ റെഡ് വർ ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ ചിൽഡ്രൻസ് ബുക്സ്. ഞാൻ വായിച്ചത് മുഴുവനും അമേരിക്കൻ, ബ്രിട്ടീഷ് ബാലസാഹിത്യ പുസ്തകങ്ങളായിരുന്നു. ഇതാണ് ആദ്യ പാസേജിൽ പറയുന്നത്. I was also an early writer, and when I began to write at about the age of 7, stories in pencil with crayon illustrations that my poor mother was obliged to read. I wrote exactly the kind of stories I was reading. ഞാൻ ചെറുപ്പത്തിൽ എഴുത്തിൻ്റെ ലോകത്തേക്ക് വന്ന ഒരു എഴുത്തുകാരി കൂടിയായിരുന്നു. ഞാൻ ഏകദേശം എൻ്റെ 7-ാമത്തെ വയസ്സിൽ എഴുതാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനന്ന് പെൻസിൽ കൊണ്ട് കഥകൾ രചിച്ച്, കളർ പെൻസിൽ കൊണ്ട് ചിത്രങ്ങളും വരച്ച്, എൻ്റെ അങ്ങനെ രചിക്കുന്ന എല്ലാ കഥകളും ഞാൻ എൻ്റെ അമ്മയെ കൊണ്ടായിരുന്നു വായിപ്പിച്ചിരുന്നത്. ഞാൻ രചിക്കുന്ന കഥകൾ വായിക്കാൻ നിർബന്ധിക്കപ്പെട്ടത് എൻ്റെ അമ്മയായിരുന്നു. ഐ റോട്ട് എക്സാക്ട്ലി ദ കൈൻഡ് ഓഫ് സ്റ്റോറീസ് ഐ വാസ് റീഡിങ്. ഞാൻ വായിക്കുന്ന തരത്തിലുള്ള അതേ കഥകളും കഥാപാത്രങ്ങളെയുമായിരുന്നു ഞാൻ രചിച്ചിരുന്നത്. All my characters were white and blue-eyed. എൻ്റെ എല്ലാ കഥാപാത്രങ്ങളും വെള്ളക്കാരായിരുന്നു. ആൻഡ് ബ്ലൂ-ഐഡ്, നീല കണ്ണുള്ള വളരെ മനോഹരമായ വെളുത്ത തൊലിയുള്ള കഥാപാത്രങ്ങളായിരുന്നു എൻ്റെത്. They played in the snow. അവർ മഞ്ഞിൽ കളിച്ചു, മഞ്ഞുവാരി കളിക്കുന്ന കഥാപാത്രങ്ങൾ. They ate apples. അവർ ആപ്പിളാണ് ഭക്ഷിച്ചിരുന്നത്. And they talked a lot about the weather. അവർ കാലാവസ്ഥയെക്കുറിച്ച്, കാലാവസ്ഥാ മാറ്റങ്ങളെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്തു, സംസാരിച്ചു. അത്തരം കഥാപാത്രങ്ങളാണ് ഞാൻ സൃഷ്ടിച്ചത്. ഹൗ ലവ്ലി ഇറ്റ് വാസ് ദാറ്റ് ദ സൺ ഹാഡ് കം ഔട്ട്. സൂര്യനൊക്കെ വളരെ തിളക്കത്തോടു കൂടി, ചൂടോടു കൂടി പുറത്തു വരുന്നത് കാണുമ്പോൾ ആഹ്ലാദപ്പെടുന്നതാ. ഓഹ്, ഇന്ന് സൂര്യൻ വന്നിരിക്കുന്നു, എന്ത് മനോഹരമായ കാഴ്ച എന്നൊക്കെ ചർച്ച ചെയ്യുന്ന തരത്തിലുള്ള കഥാപാത്രങ്ങൾ ഞാൻ സൃഷ്ടിച്ചു. ബട്ട് ഐ ഹാഡ് നെവർ ബീൻ ഔട്ട്സൈഡ് നൈജീരിയ. ഞാൻ ഒരിക്കലും നൈജീരിയ വിട്ട് പുറത്തു പോയിട്ടില്ല. We didn't have snow. ഞങ്ങൾക്ക് നൈജീരിയയിൽ മഞ്ഞുണ്ടായിട്ടില്ല. We ate mangoes. ഞങ്ങൾ വല്ലപ്പോഴും വല്ല പഴങ്ങളും കഴിക്കുന്നത് അത് മാങ്ങ മാത്രമായിരുന്നു. And we never talked about the weather. ഞങ്ങൾ ഒരിക്കലും കാലാവസ്ഥ ചർച്ച ചെയ്തിട്ടില്ല. Because there was no need to. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ നൈജീരിയ വിട്ടു പോകാത്ത ഞാൻ ഈ വിദേശ കഥാപാത്രങ്ങൾ എങ്ങനെ സൃഷ്ടിച്ചു? ഞങ്ങൾക്കിവിടെ മഞ്ഞില്ല, മഞ്ഞുവാരി കളിക്കുന്ന കുട്ടികളില്ല. ഞങ്ങളുടെ നാട്ടിൽ മണ്ണ് വാരി കളിക്കുന്ന കുട്ടികളാണുള്ളത്. ഞങ്ങൾക്കിവിടെ ആപ്പിൾ ഭക്ഷിക്കാനുണ്ടായിരുന്നില്ല. എൻ്റെ കഥാപാത്രങ്ങൾ ആപ്പിൾ ഭക്ഷിച്ചു. പക്ഷെ ഞങ്ങൾ വല്ലപ്പോഴും കഴിക്കുന്നത് മാങ്ങ മാത്രമായിരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് 4 തരം കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഇവിടെ ഒരു ഒറ്റപ്പെട്ട കാലാവസ്ഥ, എന്നും വരണ്ട അതിതീക്ഷ്ണമായ ചൂടുള്ള ഒരു കാലാവസ്ഥയായിരുന്നു. സൂര്യൻ ഉദിച്ചു വരുന്നത് കണ്ട് അത്ഭുതപ്പെടേണ്ട ഒരവസ്ഥ ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ ഇതൊന്നും പരിചയമില്ലാത്ത ഞാൻ അതൊക്കെ ചെയ്യുന്ന രൂപത്തിലുള്ള മഞ്ഞുവാരി കളിച്ച, ആപ്പിൾ ഭക്ഷിക്കുന്ന, കാലാവസ്ഥ ചർച്ച ചെയ്യുന്ന, സൂര്യനെ കണ്ട് മതിമറന്ന് ആഹ്ലാദിക്കുന്ന കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം.
What this shows, I think, is how impressionable and vulnerable we are in the face of a story, particularly as children. എന്താണ് ഇത് കാണിക്കുന്നത്? അതായത് ഒരിക്കലും നൈജീരിയ വിട്ട് പുറത്തു പോയിട്ടില്ലാത്ത അഡീഷി എങ്ങനെയാണ് ഇങ്ങനെ വിദേശ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചത് എന്നുള്ള ചോദ്യത്തിന് അവർ തന്നെ ഒരു വിശദീകരണം നൽകുകയാണ്. ഒരു കഥയുടെ മുമ്പിൽ നാം എന്തുമാത്രം ബലഹീനരാണ്, ഒരു കഥ നമ്മിൽ എത്രമാത്രം സ്വാധീനമുണ്ടാക്കുന്നു എന്നതാണ് ഈ കാര്യങ്ങൾ കാണിക്കുന്നത്. പ്രത്യേകിച്ച് നാം കുട്ടികളായിരിക്കുമ്പോൾ വായിക്കുന്ന കഥകൾ. ബിക്കോസ് ഓൾ ഐ ഹാഡ് റെഡ് വർ ബുക്സ് ഇൻ വിച്ച് ക്യാരക്ടേഴ്സ് വർ ഫോറിൻ. ഞാൻ വായിച്ച പുസ്തകങ്ങളിലെല്ലാം തന്നെ വിദേശികളായിരുന്നു കഥാപാത്രങ്ങളായിട്ടുണ്ടായിരുന്നത്. ഐ ഹാഡ് ബിക്കം കൺവിൻസ്ഡ് ദാറ്റ് ബുക്സ് ബൈ ദെയർ വെരി നേച്ചർ ഹാഡ് ടു ഹാവ് ഫോറിനേഴ്സ് ഇൻ ദം. മാത്രമല്ല, പുസ്തകങ്ങളെക്കുറിച്ച് എനിക്കൊരു സിംഗിൾ സ്റ്റോറി എൻ്റെ മനസ്സിൽ രൂപപ്പെട്ടിരുന്നു. ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നത് പുസ്തകങ്ങൾ പുസ്തകങ്ങളാകണമെങ്കിൽ അതിൽ വിദേശികൾ കഥാപാത്രങ്ങളായി ഉണ്ടാകണം എന്നായിരുന്നു. മാത്രവുമല്ല, ആൻഡ് ദേ ഹാഡ് ടു ബി എബൌട്ട് തിങ്സ് വിത്ത് വിച്ച് ഐ കുഡ് നോട്ട് പേഴ്സണലി ഐഡന്റിഫൈ. എനിക്ക് വ്യക്തിപരമായിട്ട് തിരിച്ചറിയാൻ കഴിയാത്ത, എനിക്ക് അനുഭവമില്ലാത്ത വിഷയങ്ങളെക്കുറിച്ചായിരിക്കണം പുസ്തകങ്ങളിൽ പ്രതിപാദിക്കേണ്ടത് എന്നും ഞാൻ ധരിച്ചിരുന്നു. അതായത് പുസ്തകങ്ങളിൽ കഥാപാത്രങ്ങൾ വിദേശികളായിരിക്കുക, പുസ്തകങ്ങളുടെ പ്രതിപാദ്യ വിഷയം, അതിലെ സബ്ജക്റ്റ് മാറ്റർ നമുക്ക് പരിചയമില്ലാത്ത ഒന്നായിരിക്കുക എന്നതായിരുന്നു പുസ്തകങ്ങളെക്കുറിച്ച് എൻ്റെ ഒരു തെറ്റിദ്ധാരണ, ഒരു സിംഗിൾ സ്റ്റോറി. നൗ തിങ്സ് ചേഞ്ച്ഡ് വെൻ ഐ ഡിസ്കവേർഡ് ആഫ്രിക്കൻ ബുക്സ്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടായിരിക്കുന്നു ഞാൻ ആഫ്രിക്കൻ പുസ്തകങ്ങൾ കണ്ടെത്തിയതോടുകൂടി. There weren't many of them available. ആഫ്രിക്കൻ പുസ്തകങ്ങൾ ധാരാളമായിട്ട് ലഭ്യമായിരുന്നില്ല. ആൻഡ് they weren't quite easy to find as the foreign books. വിദേശ പുസ്തകങ്ങൾ ലഭ്യമാകുന്നത് പോലെ തന്നെ ലഭ്യമായിരുന്നില്ല, അവ കണ്ടെത്താനും അത്ര എളുപ്പമായിരുന്നില്ല. എന്ന് വെച്ചാൽ പുസ്തകശാലകളിലോ ലൈബ്രറികളിലോ വിദേശ പുസ്തകങ്ങൾ ധാരാളം ലഭ്യമായിരുന്നു, ആഫ്രിക്കൻ പുസ്തകങ്ങൾ വളരെ ചുരുക്കമായിരുന്നു എന്നർത്ഥം. But when I read Chinua Achebe and Kamara Laye, I realized that people like me, girls with skin the color of chocolate, whose kinky hair could not form ponytails, could also exist in literature. എന്നാൽ ഞാൻ ആഫ്രിക്കൻ എഴുത്തുകാരായ ഷിനുവ അഷീബി ആൻഡ് കാമറ ലായെ പോലുള്ളവരുടെ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ ഐ റിയലൈസ്ഡ്, ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് പീപ്പിൾ ലൈക്ക് മീ, എന്നെപ്പോലുള്ള ആളുകൾക്കും. എന്താണ് എന്നെപ്പോലുള്ളതെന്ന് പറയാൻ കാരണം? ഗേൾസ് വിത്ത് സ്കിൻ ദ കളർ ഓഫ് ചോക്ലേറ്റ്, തൊലിയുടെ നിറം ചോക്ലേറ്റ് പോലെ കറുത്ത ഒരു നിറമുള്ളവർ, നിറം കുറഞ്ഞവർ, കറുത്ത നിറക്കാരായ പെൺകുട്ടികൾ, ആഫ്രിക്കൻ പെൺകുട്ടികൾ. അതോടൊപ്പം തന്നെ ഹൂസ് കിങ്കി ഹെയർ കുഡ് നോട്ട് ഫോം പോണിറ്റൈൽസ്, മുടി ഒതുക്കി കെട്ടി മനോഹരമായി ഒരു കുതിരവാല് പോലെ കെട്ടിയൊതുക്കാൻ കഴിയാത്ത വിധം ചുരുണ്ട തലമുടിയുള്ള ആഫ്രിക്കൻ പെൺകുട്ടികൾക്കും കുഡ് ഓൾസോ എക്സിസ്റ്റ് ഇൻ ലിറ്ററേച്ചർ. സാഹിത്യത്തിൽ നിലനിൽപ്പുണ്ട്, പുസ്തകങ്ങളിൽ കഥാപാത്രങ്ങളായി വരാൻ സാധിക്കുമെന്നുള്ളത് ഈ ആഫ്രിക്കൻ പുസ്തകങ്ങൾ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഐ സ്റ്റാർട്ടഡ് ടു റൈറ്റ് അബൌട്ട് തിങ്സ് ഐ റെക്കഗ്നൈസ്ഡ്. അതോടൊപ്പം തന്നെ എനിക്ക് പരിചയമുള്ള, ഞാൻ തിരിച്ചറിഞ്ഞ വിഷയങ്ങളെക്കുറിച്ച് ഞാൻ കഥകൾ രചിക്കാനും തുടങ്ങി. പോണി ടൈൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ ഒരു കുതിരവാല് പോലെ മുടികെട്ടി ഭംഗിയായിട്ട് ഒതുക്കി വെക്കുക എന്നുള്ളതാണ്. ഐ ലവ്ഡ് ദി അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ബുക്സ് ഐ റെഡ്. ഞാൻ വായിച്ച അമേരിക്കൻ ബ്രിട്ടീഷ് പുസ്തകങ്ങളെ ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അതിനൊരു കാരണമുണ്ട്. They stirred my imagination and opened up new worlds for me. അവയാണ് യഥാർത്ഥത്തിൽ എൻ്റെ ഭാവനയുടെ ലോകം എനിക്ക് തുറന്നു തന്നതും എൻ്റെ ഭാവനയെ ഉണർത്തിയതും. They stirred my imagination, അവ എൻ്റെ ഭാവനയെ ഉണർത്തി, and opened up new worlds for me. എനിക്ക് മുമ്പിൽ പുതുലോകം, എഴുത്തുകളുടെ, വായനയുടെ, ഭാവനയുടെ ഒക്കെ ഒരു പുതുലോകം എന്നിൽ തുറന്നതും ശരിക്കും ഞാൻ ചെറുപ്പത്തിൽ വായിച്ച അമേരിക്കൻ ബ്രിട്ടീഷ് പുസ്തകങ്ങളാണ്. എന്നാൽ but African writers saved me from having a single story of what books are. എന്നാൽ പുസ്തകങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയിൽ നിന്നും സിംഗിൾ സ്റ്റോറിയിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തിയത് ആഫ്രിക്കൻ പുസ്തകങ്ങളാണ്. അതായത് പുസ്തകങ്ങൾ പുസ്തകങ്ങളാകണമെങ്കിൽ അതിൽ വിദേശ കഥാപാത്രങ്ങൾ ഉണ്ടായിരിക്കണം, അതിലെ പ്രതിപാദ്യ വിഷയം നമുക്ക് പരിചയമില്ലാത്തതായിരിക്കണം എന്നുള്ള ഒരു സിംഗിൾ സ്റ്റോറിയായിരുന്നു എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീട് ഞാൻ ആഫ്രിക്കൻ പുസ്തകങ്ങൾ വായിച്ചപ്പോഴാണ് എന്നെപ്പോലെ ആഫ്രിക്കൻ പെൺകുട്ടികൾക്കും കറുത്ത തൊലിയുള്ള ചുരുളൻ മുടിയുള്ള പെൺകുട്ടികൾക്കും കഥാപാത്രങ്ങളാകാം എന്നുള്ള യാഥാർത്ഥ്യബോധം പിന്നീട് ആഫ്രിക്കൻ പുസ്തകങ്ങൾ വായിച്ചപ്പോഴാണ് എനിക്കുണ്ടായത് എന്നർത്ഥം. ഐ കം ഫ്രം എ കൺവെൻഷണൽ മിഡിൽ ക്ലാസ് നൈജീരിയൻ ഫാമിലി. ഞാനൊരു ഇടത്തരം പുരാതന നൈജീരിയൻ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്.
മൈ ഫാദർ വാസ് എ പ്രൊഫസർ. എൻ്റെ പിതാവ് ഒരു യൂണിവേഴ്സിറ്റി അധ്യാപകനായിരുന്നു. ആൻഡ് മൈ മദർ വാസ് ആൻ അഡ്മിനിസ്ട്രേറ്റർ. എൻ്റെ അമ്മ ഒരു അഡ്മിനിസ്ട്രേറ്റർ, ഒരു മാനേജർ പദവിയിൽ ജോലിയുള്ള ഉദ്യോഗസ്ഥയായിരുന്നു. ആൻഡ് സോ വി ഹാഡ് ആസ് വാസ് ദ നോം ലിവ് ഇൻ ഡൊമസ്റ്റിക് ഹെൽപ്പ്. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ഉദ്യോഗസ്ഥരായിരിക്കുമ്പോൾ ഒരു വീട്ടുവേലക്കാരൻ എന്നുള്ള രൂപത്തിൽ, ഒരു പതിവ് രൂപത്തിൽ ഞങ്ങൾക്കും ഒരു ഡൊമസ്റ്റിക് ഹെൽപ്പ്, ഒരു വീട്ടുവേലക്കാരൻ ഉണ്ടായിരുന്നു. ലിവ് ഇൻ ഡൊമസ്റ്റിക് ഹെൽപ്പ്, ഞങ്ങളോടൊപ്പം താമസിക്കുന്ന. ഹു വുഡ് ഓഫൻ കം ഫ്രം നിയർ ബൈ റൂറൽ വില്ലേജസ്. അവരൊക്കെ സാധാരണമായിട്ട് വരുന്നത്, ഇത്തരം വേലക്കാർ വരുന്നത് അടുത്തുള്ള ഗ്രാമപ്രദേശങ്ങളിൽ നിന്നൊക്കെയാണ്. അത്തരത്തിൽ ഒരു വേലക്കാരൻ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു. സോ ദ ഇയർ ഐ ടേൺഡ് 8, അങ്ങനെ എനിക്ക് 8 വയസ്സ് പ്രായമായപ്പോൾ വി ഗോട്ട് എ ന്യൂ ഹൗസ് ബോയ്, ഞങ്ങൾക്കൊരു പുതിയ വേലക്കാരൻ കുട്ടി വന്നു. ഹിസ് നെയിം വാസ് ഫിഡെ. അവന്റെ പേര് ഫിഡെ എന്നായിരുന്നു. ദി ഓൺലി തിങ് മൈ മദർ ടോൾഡ് us about him was that his family was very poor. എൻ്റെ അമ്മ ഈ ഫിഡയെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്ന ഏക കാര്യം അവന്റെ കുടുംബം വളരെ പാവപ്പെട്ടതാണ് എന്നതായിരുന്നു. മൈ മദർ സെൻറ്റ് യാംസ് ആൻഡ് റൈസ് ആൻഡ് അവർ ഓൾഡ് ക്ലോസ് ടു ഹിസ് ഫാമിലി. മിക്കപ്പോഴും അമ്മ ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്ന, ഞങ്ങളുടെ അടുക്കളത്തോട്ടത്തിലുണ്ടാക്കുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ, യാംസ് കിഴങ്ങ് വർഗ്ഗങ്ങൾ, ചേമ്പ്, ചേന, കാച്ചിൽ പോലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളും, ആൻഡ് റൈസ് നെല്ല്, അരി, ആൻഡ് അവർ ഓൾ ക്ലോത്ത്സ് ഞങ്ങൾ ഉപയോഗിച്ച പഴകിയ വസ്ത്രങ്ങളൊക്കെ അവൻ്റെ വീട്ടിലേക്ക് കൊടുത്തയക്കാർ പതിവായിരുന്നു. ആൻഡ് വെൻ ഐ ഡിഡ്ന്റ് ഫിനിഷ് മൈ ഡിന്നർ മൈ മദർ വുഡ് സേ. മിക്കപ്പോഴും ഞങ്ങൾ ഭക്ഷണം പൂർത്തീകരിച്ച് കഴിക്കാതിരിക്കുമ്പോൾ, ഭക്ഷണം വേസ്റ്റ് ആക്കുന്ന രീതിയിലോ അതല്ലെങ്കിൽ പകുതി ബാക്കിയാക്കുന്നവരൊക്കെ സന്ദർഭത്തിൽ അമ്മ ഞങ്ങൾ ശക്തമായിട്ട് ഉപദേശിക്കാറുണ്ടായിരുന്നു. ഫിനിഷ് യുവർ ഫുഡ്, ഡോണ്ട് യു നോ പീപ്പിൾ ലൈക്ക് ഫിഡേഴ്സ് ഫാമിലി ഹാവ് നത്തിങ്. ഭക്ഷണം പൂർത്തിയായിട്ട് കഴിക്കുക. നിനക്കറിയുമോ ഫിഡയുടെ പോലുള്ള കുടുംബങ്ങൾക്ക് ഒന്നുമേ കഴിക്കാനില്ല എന്നുള്ളതൊക്കെ പറഞ്ഞ് ഞങ്ങളോട് എപ്പോഴും അവരുടെ ദാരിദ്ര്യത്തിന്റെ കഥ പറഞ്ഞ് ഞങ്ങളെ ഉപദേശിക്കാറുണ്ടായിരുന്നു. സോ ഐ ഫെൽറ്റ് എനോമസ് പിറ്റി ഫോർ ഫിഡേഴ്സ് ഫാമിലി. ആ കാരണങ്ങൾ കൊണ്ട് തന്നെ ഫിഡയുടെ കുടുംബത്തെക്കുറിച്ച് എൻ്റെ മനസ്സിൽ വളരെ വലിയ ഒരു ദയനീയമായ ചിത്രം രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു. Then one Saturday we went to his village to visit her, and his mother showed us a beautifully patterned basket of dyed raffia that his brother had made. ഒരു ശനിയാഴ്ച ഞങ്ങൾ ഫിഡയുടെ ഗ്രാമം സന്ദർശിച്ചു. ഫിഡയുടെ വീട്ടിലെത്തിയപ്പോൾ ഫിഡയുടെ അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഫിഡയുടെ സഹോദരൻ ഉണ്ടാക്കി വെച്ച വളരെ മനോഹരമായ ബാസ്ക്കറ്റുകൾ. റാഫിയ പനയോലകൾ കൊണ്ട് വളരെ മനോഹരമായി മെടഞ്ഞുണ്ടാക്കി പിന്നീട് നിറം കൊടുത്ത് ഭംഗിയാക്കിയ കുറെ ബാസ്ക്കറ്റുകൾ സഹോദരൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഐ വാസ് സ്റ്റാർട്ടിൽഡ്. ഇത് കണ്ട് ഞാൻ ആകെ ആശ്ചര്യപ്പെട്ടു പോയി, ഞാൻ അമ്പരന്ന് പോയി. ഇറ്റ് ഹാഡ് നോട്ട് ഒക്കേർഡ് ടു മീ ദാറ്റ് എനിബഡി ഇൻ ഹിസ് ഫാമിലി കുഡ് ആക്ച്വലി മേക്ക് സംതിങ്. ഇവരുടെയൊക്കെ കുടുംബത്തിൽ, ഇങ്ങനെയുള്ള പാവങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും നിർമ്മിക്കാനുള്ള കഴിവുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഇറ്റ് ഹാഡ് നോട്ട് ഒക്കേർഡ് ടു മീ മീൻസ് ഐ ഹാഡ് നെവർ തോട്ട് ഓഫ്. ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ലായിരുന്നു. ഓൾ ഐ ഹാഡ് ഹേർഡ് അബൌട്ട് ദം വാസ് ഹൗ പുവർ ദേ വർ. ആകെ ഞാൻ കേട്ടിരുന്നത് ഇവരെക്കുറിച്ചൊക്കെ അവർ എന്തുമാത്രം പാവങ്ങളാണ് എന്നുള്ള കഥകൾ മാത്രമാണ് ഞാൻ കേട്ടിരുന്നത്. സോ ദാറ്റ് അക്കാരണത്താൽ തന്നെ ഇറ്റ് ഹാഡ് ബിക്കം ഇമ്പോസിബിൾ ഫോർ മീ ടു സീ ദം ആസ് എനിത്തിങ് എൽസ് ബട്ട് പുവർ. പാവങ്ങൾ എന്നതിന് അപ്പുറം, അതിലുപരിയായിട്ട് അവർ മറ്റെന്തെങ്കിലുമാണ്, ആരെങ്കിലുമാണ്, എന്തെങ്കിലും കഴിവുള്ളവരാണ് എന്നുള്ളത് എൻ്റെ മനസ്സിലൂടെ ഒരിക്കൽ പോലും ചിന്ത കടന്നു പോയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ചിന്തിക്കുന്നത് അസാധ്യമായിരുന്നു. ഇറ്റ് വാസ് ഇംപോസിബിൾ ഫോർ മീ ടു സീ ദം, ടു തിങ്ക് ഓഫ് ദം. അവരെക്കുറിച്ച് ചിന്തിക്കുന്നത് എനിക്ക് അസാധ്യമായിരുന്നു, പാവങ്ങൾ എന്നതിൽ ഉപരി എന്തെങ്കിലും കഴിവുള്ളവർ എന്ന്. Their poverty was my single story of them. അവരുടെ ദാരിദ്ര്യം മാത്രമായിരുന്നു എനിക്ക് അവരെക്കുറിച്ചുണ്ടായിരുന്ന ഏക അറിവ്, സിംഗിൾ സ്റ്റോറി. Years later, I thought about this when I left Nigeria to go to university in the United States. I was 19. വർഷങ്ങൾക്ക് ശേഷം ഈ സംഭവം ഞാൻ അമേരിക്കയിലേക്ക് പോയപ്പോൾ ഓർത്തു. നൈജീരിയ വിട്ട് ഞാൻ അമേരിക്കയിലെത്തി, എൻ്റെ യൂണിവേഴ്സിറ്റി പഠനാവശ്യാർത്ഥം ഞാൻ അമേരിക്കയിലെത്തിയപ്പോൾ ഈ സംഭവം ഞാൻ ഓർത്തു. അന്ന് എനിക്ക് 19 വയസ്സായിരുന്നു. അതിന് കാരണമുണ്ട്. മൈ അമേരിക്കൻ റൂംമേറ്റ് വാസ് ഷോക്ക്ഡ് ബൈ മീ. ഞാൻ അവിടെ എത്തിയപ്പോൾ എനിക്കുണ്ടായിരുന്ന അമേരിക്കൻ റൂംമേറ്റ്, എന്നോടൊപ്പം താമസിക്കാനുണ്ടായിരുന്ന അമേരിക്കക്കാരിയായ റൂംമേറ്റ് വളരെയധികം അത്ഭുതപ്പെടുകയാണ് ഉണ്ടായത്. ഷി ആസ്ക്ഡ് വേർ ഐ ഹാഡ് ലേൺഡ് ടു സ്പീക്ക് ഇംഗ്ലീഷ് സോ വെൽ. ഇത്ര മനോഹരമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞാൻ എങ്ങനെ പഠിച്ചു, എവിടെ നിന്ന് പഠിച്ചു എന്നുള്ളതായിരുന്നു അവരുടെ ആശ്ചര്യം. And was confused when I said that Nigeria happened to have English as the official language. നൈജീരിയക്ക് അതിൻ്റെ ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞപ്പോൾ അവൾക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. ആകെ ആശയക്കുഴപ്പത്തിൽ കൺഫ്യൂസ്ഡ് ആവുകയാണ് ചെയ്തത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടത്,
ഈ അമേരിക്കൻ റൂംമേറ്റിന് ആഫ്രിക്കയെക്കുറിച്ചും ആഫ്രിക്കൻ വംശജരെക്കുറിച്ചും വളരെ തെറ്റായിട്ടുള്ള ഒരു സിംഗിൾ സ്റ്റോറി ഉണ്ടായിരുന്നു. അവർ മനസ്സിലാക്കിയത് ആഫ്രിക്കൻ രാജ്യക്കാരെന്ന് പറയുന്നത് തീരെ വിദ്യാഭ്യാസമില്ലാത്ത പാവപ്പെട്ട ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റി, ഒരു ഗോത്രവർഗം എന്ന് മാത്രമായിരുന്നു. അതുകൊണ്ടാണ് അഡീഷി ഇങ്ങനെ മനോഹരമായിട്ട് ഇംഗ്ലീഷ് സംസാരിച്ചപ്പോൾ വിദ്യാഭ്യാസമില്ലാത്ത നാട്ടിൽ നിന്ന് വരുന്ന ഈ ആഫ്രിക്കൻ പെൺകുട്ടി എങ്ങനെ ഇത്ര മനോഹരമായിട്ട് സംസാരിച്ചു ഇംഗ്ലീഷ് എന്നുള്ളതായിരുന്നു ഒരു ആശ്ചര്യം. മാത്രമല്ല, അവൾ പ്രതീക്ഷിച്ചിരുന്നത് അമേരിക്ക പോലെ സമ്പന്നമായ ഒരു രാജ്യത്തിന്റെ ഭാഷ എങ്ങനെ നൈജീരിയ പോലുള്ള ഒരു ദരിദ്ര രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷയായി എന്നതും അവർക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമായിരുന്നു. അവർ പ്രതീക്ഷിച്ചത് മറ്റൊരു കാര്യമായിരുന്നു. അഡീഷയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവരുടെ ഗോത്ര മ്യൂസിക് ആയിരുന്നു, അല്ലാതെ മനോഹരമായ ഇംഗ്ലീഷ് ആയിരുന്നില്ല. അത് അവൾ എടുത്ത് ചോദിക്കുകയും ചെയ്തു. അടുത്ത സെന്റൻസിൽ കാണാം, ഷീ ആസ്ക്ഡ് ഇഫ് ഷീ കുഡ് ലിസൺ ടു വാട്ട് ഷീ കോൾഡ് മൈ ട്രൈബൽ മ്യൂസിക്. എൻ്റെ ഗോത്രവർഗത്തിന്റെ സംഗീതം വല്ലതും ഇരിപ്പുണ്ടോ, എനിക്ക് കേൾക്കാൻ സാധിക്കുമോ എന്ന് അവർ ആവശ്യപ്പെട്ടു എന്നോട്. ആൻഡ് വാസ് കോൺസിക്വൻ്റ്ലി വെരി ഡിസപ്പോയിന്റഡ് വെൻ ഐ പ്രൊഡ്യൂസ്ഡ് മൈ ടേപ്പ് ഓഫ് മരിയ കാരി. യെസ്, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഞങ്ങളുടെ ട്രൈബൽ മ്യൂസിക്കിന്റെ, ആഫ്രിക്കൻ മ്യൂസിക്കിന്റെ ഒരു മനോഹരമായ ടേപ്പ്, അതും മരിയ കാരി പോലുള്ള അമേരിക്കൻ സിംഗർ, പോപ്പ് സിംഗർ ആലപിച്ച ഒരു ഓഡിയോ കാസറ്റ് ഞാൻ അവരെ കേൾപ്പിച്ചപ്പോൾ അവൾ നിരാശപ്പെടുകയും ചെയ്തു. ഇവിടെ മരിയ കാരി എന്നുള്ളത് ഒന്നറിയുന്നത് നല്ലതായിരിക്കും. മരിയ കാരി ഈസ് എൻ അമേരിക്കൻ സിംഗർ, സോങ് റൈറ്റർ, ആക്ട്രസ്. അമേരിക്കക്കാരി തന്നെയായ പാട്ടുകാരിയും പാട്ടെഴുത്തുകാരിയും ഒരു നടിയുമാണ് മരിയ കാരി. റെഫേർഡ് ടു ആസ് ദ സോങ് ബേർഡ് സുപ്രീം ബൈ ദി ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ്. ഗിന്നസ് വേൾഡ് റെക്കോർഡ് സോങ് ബേർഡ് സുപ്രീം എന്ന് പേരിട്ട് വിളിച്ചിരിക്കുന്ന ആ പ്രസിദ്ധയായ പാട്ടുകാരി. അവരുടെ ഒരു പ്രത്യേകത, ഫാദർ വാസ് ഓഫ് ആഫ്രിക്കൻ അമേരിക്കൻ. അവൾക്കും ഒരു ആഫ്രിക്കൻ വംശപാരമ്പര്യമുണ്ട്. കാരണം പിതാവ് ആഫ്രിക്കൻ അമേരിക്കൻ വംശത്തിൽ നിന്ന് വരുന്നതാണ്. അതോടൊപ്പം തന്നെ മദർ ഓഫ് ഐറിഷ് അമേരിക്കൻ ഡിസെന്റ്. അമ്മ ഒരു ഐറിഷ് പാരമ്പര്യമുള്ള അമേരിക്കക്കാരിയുമായിരുന്നു. അങ്ങനെയുള്ള പ്രസിദ്ധയായിട്ടുള്ള ആഫ്രിക്കൻ ടച്ച് ഉണ്ടായിരുന്ന മരിയ കാരി ആലപിച്ച വളരെ മനോഹരമായ ഒരു കാസറ്റ് ഞാൻ കേൾപ്പിച്ചപ്പോൾ എൻ്റെ അമേരിക്കൻ റൂംമേറ്റ് ആകെ ആശ്ചര്യപ്പെടുകയുണ്ടായി, അല്ലെങ്കിൽ നിരാശപ്പെടുകയുണ്ടായി. ഷീ ഹാഡ് ഫെൽറ്റ് സോറി ഫോർ മീ ഈവൻ ബിഫോർ ഷീ സോ മീ. എൻ്റെ അമേരിക്കൻ റൂംമേറ്റ് എന്നെ കാണും മുമ്പ് തന്നെ എന്നെക്കുറിച്ച് ഒരു സോറി ഫീലിംഗ് വെച്ച് പുലർത്തിയിരുന്നു. ഒരു ദയനീയമായ ഒരു ചിത്രമായിരുന്നു എന്നെക്കുറിച്ച് അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. Her default position towards me as an African was a kind of patronizing, well-meaning pity. ഒരു അമേരിക്കക്കാരി എന്നുള്ള നിലക്ക് ആഫ്രിക്കക്കാരിയായ എന്നോട് ഒരു പാട്രണൈസിങ് മെന്റാലിറ്റി ആയിരുന്നു വെച്ച് പുലർത്തിയിരുന്നത്. എന്ന് വെച്ചാൽ എന്നെ സംരക്ഷിക്കുന്ന പോലെ എന്നെക്കാൾ സുപ്പീരിയർ ആണ് അവൾ എന്നുള്ള രൂപത്തിലായിരുന്നു ഒരു മാനസികാവസ്ഥ വെച്ച് പുലർത്തിയിരുന്നത്. വെൽ മീനിങ് പിറ്റി, എന്നോട് എപ്പോഴും ദയ കാണിക്കുന്ന, സിമ്പതി കാണിക്കുന്ന രൂപത്തിലുള്ള ഒരു പെരുമാറ്റം. മൈ റൂംമേറ്റ് ഹാഡ് എ സിംഗിൾ സ്റ്റോറി ഓഫ് ആഫ്രിക്ക. ഇതിനെല്ലാം കാരണം എൻ്റെ റൂംമേറ്റിന് ആഫ്രിക്കയെക്കുറിച്ച് ഒരു സിംഗിൾ സ്റ്റോറി അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഇൻ ദ സിംഗിൾ സ്റ്റോറി there was no possibility of Africans being similar to her in any way. ആ സിംഗിൾ സ്റ്റോറി പ്രകാരം ഒരു ആഫ്രിക്കക്കാരനും അമേരിക്കക്കാരന് തുല്യമാകുന്ന ഒരു സാധ്യത ഒരിക്കലും ഉണ്ടായിരുന്നില്ല. നോ പോസിബിലിറ്റി ഓഫ് ഫീലിംഗ്സ് മോർ കോംപ്ലക്സ് ദാൻ പിറ്റി. ഒരു അമേരിക്കക്കാരനും ആഫ്രിക്കക്കാരനോട് പിറ്റി, ദയ എന്നതിലപ്പുറം മറ്റൊരു വികാരം ഉണ്ടാകാൻ സാധ്യതയില്ല. നോ പോസിബിലിറ്റി ഓഫ് എ കണക്ഷൻ ആസ് ഹ്യൂമൻ ഈക്വൽസ്. ആഫ്രിക്കക്കാരനും അമേരിക്കക്കാരനും ഹ്യൂമൻ ഈക്വൽസ്, മനുഷ്യർ തുല്യരാണ്. മാനുഷിക തുല്യത അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. I must say that before I went to the US, I didn't consciously identify as African. ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു ആഫ്രിക്കൻ വ്യക്തിത്വബോധം ഇല്ലായിരുന്നു എന്നുള്ള കാര്യം ഞാൻ തുറന്നു പറഞ്ഞേ പറ്റൂ. But in the US, whenever Africa came up, people turned to me. എന്നാൽ ഞാൻ അമേരിക്കയിൽ ഇരിക്കുമ്പോൾ എപ്പോഴൊക്കെ ആഫ്രിക്ക പരാമർശിക്കപ്പെടുന്നുവോ അപ്പോഴൊക്കെ ജനങ്ങൾ എൻ്റെ നേരെ തിരിഞ്ഞു നോക്കുമായിരുന്നു. ഐ ഡിഡ് കം ടു എംബ്രേസ് ദിസ് ന്യൂ ഐഡന്റിറ്റി. അങ്ങനെ ഞാനൊരു പുതിയ വ്യക്തിത്വം സ്വീകരിക്കാൻ തുടങ്ങി. ആൻഡ് ഇൻ മെനി വേയ്സ് ഐ തിങ്ക് ഓഫ് മൈസെൽഫ് നൗ ആസ് ആഫ്രിക്കൻ. പല രീതിയിലും ഞാനൊരു ആഫ്രിക്കക്കാരിയാണെന്നുള്ള ബോധം എന്നിൽ വന്നു കഴിഞ്ഞു. ഓൾദോ ഐ സ്റ്റിൽ ഗെറ്റ് ക്വൈറ്റ് ഇറിറ്റബിൾ വെൻ ആഫ്രിക്ക ഈസ് റെഫേർഡ് ടു ആസ് എ കൺട്രി. എന്നാൽ ഇപ്പോഴും ആഫ്രിക്ക ഒരു രാജ്യമാണ് എന്ന രൂപത്തിൽ പരാമർശിക്കപ്പെടുന്നത് കേൾക്കുമ്പോൾ ഞാൻ അസ്വസ്ഥത കൊള്ളാറുണ്ടായിരുന്നു. ആഫ്റ്റർ ഐ ഹാഡ് സ്പെൻഡ് സം ഇയേഴ്സ് ഇൻ ദ US ആസ് എൻ ആഫ്രിക്കൻ, ഐ ബിഗാൻ ടു അണ്ടർസ്റ്റാൻഡ് മൈ റൂംമേറ്റ്സ് റെസ്പോൺസ് ടു മീ. ഒരു ആഫ്രിക്കക്കാരി എന്നുള്ള നിലയിൽ കുറച്ച് വർഷങ്ങൾ ഞാൻ അമേരിക്കയിൽ താമസിച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അമേരിക്കൻ റൂംമേറ്റിന് എന്നോടുണ്ടായിരുന്ന മാനസികാവസ്ഥ എന്തായിരുന്നു എന്നുള്ളത്, അതിൻ്റെ കാരണം എന്തായിരുന്നു എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടാൻ തുടങ്ങിയത്.
If I had not grown up in Nigeria, and if all I knew about Africa were from popular images, I too would think that Africa was a place of beautiful landscapes, beautiful animals, and incomprehensible people unable to speak for themselves and waiting to be saved by a kind white foreigner. ഞാൻ നൈജീരിയയിൽ ജനിച്ചു വളർന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ആഫ്രിക്കയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ആഫ്രിക്കയെക്കുറിച്ച് നിലവിലുള്ള ചില ചിത്രീകരണങ്ങളിൽ നിന്ന് മാത്രമായിരുന്നെങ്കിൽ ഞാനും കരുതുമായിരുന്നു ആഫ്രിക്ക എന്നത് മനോഹരമായ ഭൂപ്രകൃതിയുള്ള മനോഹരമായ മൃഗങ്ങളുള്ള ഒരു രാജ്യം മാത്രമാണെന്നും അതോടൊപ്പം സ്വന്തം കാര്യങ്ങൾ പറയാനും ചെയ്യാനും കഴിവില്ലാത്ത മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഏതെങ്കിലും ദയാലുവായ ഒരു വെള്ളക്കാരൻ വിദേശിയുടെ സഹായം കാത്തുകഴിയുന്ന കുറേ മനുഷ്യരുടെ രാജ്യമാണെന്നും ആഫ്രിക്കയെക്കുറിച്ച് ഞാനും കരുതുമായിരുന്നു. I would see Africans in the same way that I as a child had seen Fide's family. ചെറുപ്പത്തിൽ ഞാൻ ഫിഡയുടെ കുടുംബത്തെ എങ്ങനെയാണോ കണ്ടിരുന്നത് അതുപോലെ ആഫ്രിക്കയെ ഞാനും കാണുമായിരുന്നു. I began to realize that my American roommate must have throughout her life seen and heard different versions of this single story. എൻ്റെ അമേരിക്കൻ റൂംമേറ്റ് അവൾക്ക് ആഫ്രിക്കയെക്കുറിച്ചുണ്ടായിരുന്ന സിംഗിൾ സ്റ്റോറിയുടെ വ്യത്യസ്ത വേർഷൻസ് അഥവാ വ്യാഖ്യാനങ്ങൾ തന്നെയാണ് ജീവിതകാലം മുഴുവൻ വച്ചു പുലർത്തിയിരുന്നത് എന്നെനിക്ക് മനസ്സിലായി. എ പ്രൊഫസർ വൺസ് ടോൾഡ് മീ ദാറ്റ് മൈ നോവൽ വാസ് നോട്ട് ഒതന്റിക്കലി ആഫ്രിക്കൻ. ഒരു പ്രൊഫസർ, എൻ്റെ അധ്യാപകൻ, ഒരിക്കൽ എന്നോട് പറയുകയുണ്ടായി, എൻ്റെ നോവൽ തീർത്തും ആഫ്രിക്കൻ ഒതന്റിസിറ്റി ഉള്ളതല്ല, ആഫ്രിക്കൻ തനിമ നിറഞ്ഞതല്ല എന്ന് പറഞ്ഞു. ഐ ഡിഡ് നോട്ട് നോ വാട്ട് ആഫ്രിക്കൻ ഒതന്റിസിറ്റി വാസ്. എന്താണ് ഈ ആഫ്രിക്കൻ ഒതന്റിസിറ്റി അഥവാ ആഫ്രിക്കൻ തനിമ എന്നുള്ളത് എനിക്ക് അറിവില്ലായിരുന്നു. The professor told me that my characters were too much like him, an educated and middle class man. അദ്ദേഹം എനിക്ക് വിശദീകരിച്ചു തന്നു, എൻ്റെ കഥാപാത്രങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തെ പോലെ വിദ്യാസമ്പന്നനും ഇടത്തരക്കാരനും ആയിരുന്നു എന്നുള്ളത്. സാമ്പത്തികമായിട്ട് അത്യാവശ്യമൊക്കെ ഉന്നതിയിലുള്ള വിദ്യാഭ്യാസമുള്ള അദ്ദേഹത്തെ പോലുള്ള കഥാപാത്രങ്ങളെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്ന രൂപത്തിൽ പറഞ്ഞു. മൈ ക്യാരക്ടേഴ്സ് ഡ്രോവ് കാർസ്. എൻ്റെ കഥാപാത്രങ്ങൾ വാഹനം ഓടിച്ചു. ദേ വർ നോട്ട് സ്റ്റാർവിംഗ്. അവർ പട്ടിണി കിടക്കുന്ന പാവങ്ങളായിരുന്നില്ല. therefore they were not authentically African. അദ്ദേഹത്തിന്റെ ഭാഷയിൽ. അതുകൊണ്ട് തന്നെ എൻ്റെ കഥാപാത്രങ്ങൾ ആഫ്രിക്കൻ തനിമ നിറഞ്ഞതായിരുന്നില്ല. ആഫ്രിക്കൻ തനിമ എന്നുള്ളത് ആ പ്രൊഫസർ ധരിച്ചു വെച്ചിരുന്നത് കാറില്ലാത്ത, പണമില്ലാത്ത, ഭക്ഷണം കഴിക്കാത്ത, പാവപ്പെട്ടവരായിട്ടുള്ള, വിദ്യാഭ്യാസമില്ലാത്ത ഒരു വിഭാഗം ജനങ്ങളാണ് ആഫ്രിക്കക്കാർ. അതുകൊണ്ട് ആഫ്രിക്കൻ കഥാപാത്രങ്ങളും അത്തരത്തിലായിരിക്കണം എന്നായിരുന്നു ആ പ്രൊഫസർ ധരിച്ചു വെച്ചിരുന്നത്. When I learned some years ago that writers were expected to have had really unhappy childhoods to be successful, എനിക്ക് കുറച്ചു കാലം മുമ്പ് തെറ്റായ ഒരു ധാരണ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. മറ്റൊരു സിംഗിൾ സ്റ്റോറി പോലെ എഴുത്തുകാർ അവരുടെ ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് അൺഹാപ്പി ചൈൽഡ്ഹുഡ്, സന്തോഷമില്ലാത്ത കുട്ടിക്കാലം, ദുഃഖപൂർണമായ കുട്ടിക്കാലം ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. I began to think about how I could invent horrible things my parents had done to me. അതുകൊണ്ട് തന്നെ എൻ്റെ രക്ഷിതാക്കൾ എൻ്റെ ചെറുപ്പകാലവും അൺഹാപ്പി ആക്കുന്ന തരം മോശമായ, ഭീകരമായ ഹൊറിബിൾ തിങ്സ് എന്തെങ്കിലും ചെയ്തിരുന്നുവോ എന്നത് കണ്ടെത്തുന്നതിനെ കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചിരുന്നു. ബട്ട് ദ ട്രൂത്ത് ഇസ് ദാറ്റ് ഐ ഹാഡ് എ വെരി ഹാപ്പി ചൈൽഡ്ഹുഡ്. എന്നാൽ സത്യം മറിച്ചായിരുന്നു. എൻ്റെ കുട്ടിക്കാലം പൂർണ്ണമായും ഹാപ്പി ചൈൽഡ്ഹുഡായിരുന്നു എനിക്കുണ്ടായിരുന്നത്. വളരെ സന്തോഷപൂർണമായ ഒരു കുട്ടിക്കാലമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഫുൾ ഓഫ് ലാഫ്റ്റർ ആൻഡ് ലവ്. സ്നേഹവും സന്തോഷവും ചിരിയും കളിയും നിറഞ്ഞ ഒരു കുട്ടിക്കാലം. ഇൻ എ വെരി ക്ലോസ് നെറ്റ് ഫാമിലി. എല്ലാവരും ഒത്തൊരുമിച്ച് വളരെ കെട്ടുറപ്പോടുകൂടി നിൽക്കുന്ന ഒരു കുടുംബത്തിലെ സന്തോഷം നിറഞ്ഞ കുട്ടിക്കാലമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. But I also had grandfathers who died in refugee camps. My cousin Polly died because he could not get adequate health care. One of my closest friends, Oklahoma, died in a plane crash because our fire trucks did not have water. I grew up under repressive military governments that devalued education, so that sometimes my parents were not paid their salaries. എൻ്റെ കുട്ടിക്കാലം ഹാപ്പി ചൈൽഡ്ഹുഡ് ആയിരുന്നു, വളരെ സന്തോഷപ്രദമായിരുന്നു എന്ന് പറഞ്ഞ അഡീഷി പറയുന്നു, ജീവിതത്തിൽ എനിക്ക് ഒരുപാട് പ്രയാസങ്ങൾ വേറെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലം സന്തോഷപ്രദമായിരുന്നു എന്നതിനർത്ഥം നൈജീരിയയിലെ ജീവിതം എപ്പോഴും സന്തോഷം നിറഞ്ഞതായിരുന്നു,
താനോ തൻ്റെ കുടുംബാംഗങ്ങൾക്കോ മറ്റു പ്രയാസങ്ങളില്ലായിരുന്നു എന്നതിനർത്ഥമില്ല എന്ന് സമർത്ഥിക്കുന്നതാണ് ഈ ഭാഗം. അവർ പറയുന്നു, ഐ ഹാഡ് ഗ്രാൻഡ് ഫാദേഴ്സ് ഹു ഡൈഡ് ഇൻ റെഫ്യൂജി ക്യാമ്പ്സ്. അഭയാർത്ഥി കേന്ദ്രങ്ങളിൽപ്പെട്ടാണ്, അവിടെ കിടന്നാണ് എൻ്റെ ഗ്രാൻഡ് ഫാദേഴ്സ് മരിക്കുന്നത്. മൈ കസിൻ പോളി ഡൈഡ്. എൻ്റെ കസിൻ പോളി മരിച്ചത് ബിക്കോസ് ഹി കുഡ് നോട്ട് ഗെറ്റ് ആഡിക്വേറ്റ് ഹെൽത്ത് കെയർ. വേണ്ടത്ര ചികിത്സ ലഭിക്കാതെയാണ് മരണപ്പെട്ടത്. രാജ്യത്തിൻ്റെ പിന്നാക്കാവസ്ഥയെ സൂചിപ്പിക്കുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. വൺ ഓഫ് മൈ ക്ലോസസ്റ്റ് ഫ്രണ്ട്സ് ഓക്ലോമ ഡൈഡ് ഇൻ എ പ്ലെയിൻ ക്രാഷ്. ഒരു വിമാന ദുരന്തത്തിൽപ്പെട്ടാണ് എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിൽ ഒരാളായ ഓക്ലോമ മരണപ്പെട്ടത്. ആ മരണം ഒഴിവാക്കപ്പെടുമായിരുന്നു, പക്ഷേ ഇവിടെ വെള്ളമില്ലാത്ത കാരണത്താൽ, വിമാനം കത്തിയമരുമ്പോൾ തീയണക്കാൻ വെള്ളമില്ലാത്ത കാരണത്താൽ ആ മരണം സംഭവിച്ചു. ബിക്കോസ് അവർ ഫയർ ട്രക്സ് ഡിഡ് നോട്ട് ഹാവ് വാട്ടർ. ഫയർ എഞ്ചിനുകൾ പ്രവർത്തിക്കേണ്ടിടത്ത് ഫയർ ട്രക്കുകളിൽ വെള്ളം ഉണ്ടായിരുന്നില്ല തീയണക്കുന്നതിന് വേണ്ടി. ഐ ഗ്രൂ അപ്പ് അണ്ടർ റിപ്രസീവ് മിലിറ്ററി ഗവൺമെന്റ്സ്. ഞങ്ങളുടെ നാട് ഭരിച്ചിരുന്നത്, ഞങ്ങളുടെ രാജ്യം ഭരിച്ചിരുന്ന ഗവൺമെന്റിന്റെ പോരായ്മ, ശക്തമായ അടിച്ചമർത്തുന്ന മിലിറ്ററി പട്ടാള ഗവൺമെന്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ദാറ്റ് ഡീവാല്യൂഡ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര വില കൽപ്പിക്കാത്ത ഒരു ഗവൺമെന്റ് ആയിരുന്നു അത്. സോ ദാറ്റ് സംടൈംസ്, അക്കാരണത്താൽ തന്നെ മിക്കപ്പോഴും മൈ പാരൻസ് വർ നോട്ട് പെയ്ഡ് ദെയർ സാലറീസ്. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന എൻ്റെ പാരൻസിന് മിക്കപ്പോഴും സാലറി കിട്ടാത്ത അവസ്ഥ പോലും ഉണ്ടായിരുന്നു. All of these stories make me who I am. But to insist on only these negative stories is to flatten my experience and to overlook the many other stories that formed me. ഈ വിശദീകരിച്ച കഥകളെല്ലാം തന്നെയാണ് ഞാൻ എന്നുള്ള വ്യക്തിയെ സൃഷ്ടിക്കുന്നത്. എന്നാൽ ഈ നെഗറ്റീവ് കഥകൾ മാത്രം പറഞ്ഞു നിന്നാൽ അതെൻ്റെ ജീവിതാനുഭവങ്ങളെ ചെറുതാക്കുന്നതും ഞാൻ എന്നുള്ള വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒട്ടനവധി പോസിറ്റീവ് കഥകളെ അവഗണിക്കലും ആയി പോകും. The single story creates stereotypes. And the problem with the stereotypes is not that they are untrue, but that they are incomplete. They make one story become the only story. ഇത്തരം ഒറ്റപ്പെട്ട കഥകൾ, സിംഗിൾ സ്റ്റോറികൾ നമ്മുടെ മനസ്സിൽ സ്റ്റീരിയോടൈപ്പുകൾ രൂപപ്പെടുത്തും. അതായത് ചില വ്യക്തികളെക്കുറിച്ച്, രാജ്യങ്ങളെക്കുറിച്ച്, വസ്തുക്കളെക്കുറിച്ചൊക്കെ നമ്മുടെ മനസ്സിൽ ഒരിക്കലും മാറ്റാൻ കഴിയാത്ത വിധം ചില ഉറച്ച വിശ്വാസങ്ങൾ രൂപപ്പെടുത്തപ്പെടും. And the problem with stereotypes is not that they are untrue. ഈ സ്റ്റീരിയോടൈപ്പുകളുടെ പ്രശ്നം എന്നുള്ളത് അവ അസത്യമാണ് എന്നുള്ളതല്ല, ബട്ട് ദാറ്റ് ദേ ആർ ഇൻകംപ്ലീറ്റ്. അവ അപൂർണങ്ങളാണ്, അപൂർണ സത്യങ്ങളാണ് എന്നുള്ളതാണ്. ദേ മേക്ക് ദ വൺ സ്റ്റോറി ബിക്കം ദി ഓൺലി സ്റ്റോറി. അത്തരം ഒരു കഥയെ, ഒറ്റപ്പെട്ട കഥയെ മാറ്റാതെ എന്നെന്നും ഒരു കഥ മാത്രമാക്കി നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. ഇതാണ് സിംഗിൾ സ്റ്റോറികളുടെ പ്രശ്നമായിട്ട് അഡീഷി ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇത്രയുമാണ് ദ ഡേഞ്ചർ ഓഫ് സിംഗിൾ സ്റ്റോറി എന്നുള്ള പ്രഭാഷണത്തിലെ പ്രതിപാദ്യ വിഷയങ്ങളും അവയുടെ വിശദീകരണങ്ങളും. കാര്യങ്ങൾ വ്യക്തമായിരിക്കുമെന്നുള്ള വിശ്വാസത്തിൽ നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.